കേരളത്തിന്റെ വികസന സ്വപ്നങ്ങളിൽ വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ട് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. ഇന്ന് രണ്ടാം ദിവസമായ ഇന്ന് സുപ്രധാനമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. അദാനി, ലുലു, ആസ്റ്റർ ഗ്രൂപ്പുകളൊക്കെ ഇന്നലെ പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു. വലിയ രീതിയിലുള്ള നിക്ഷേപം നടത്തുമെന്ന് വിവിധ പദ്ധതികളിലായി 30,000 കോടി രൂപയുടെ നിക്ഷേപമാണ് അദാനി പോർട്സ് ആൻഡ് സെസ് എംഡി കരൺ അദാനി വാഗ്ദാനം ചെയ്തത്. ആസ്റ്റർ ഡിഎം ഹെൽത്ത് കെയർ ചെയർമാൻ ഡോക്ടർ ആസാദ് മൂപ്പൻ 850 കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ചു. കളമശ്ശേരിയിൽ കോൾഡ് സ്റ്റോറേജിനും ഭക്ഷ്യ സംസ്കരണ പ്ലാന്റിനും ഉടൻ തറക്കല്ലിടുമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫ് അലി പ്രഖ്യാപിച്ചു. അങ്കമാലിയിൽ ഹോസ്പിറ്റാലിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുമെന്ന് ഐടിസി സിഎംഡി സഞ്ജീവ് പുരി പ്രഖ്യാപിച്ചു. ജിയോയുടെ ഒരു 800 കോടിയുടെ ഓപ്റ്റിക് കേബിൾ പദ്ധതി സംബന്ധിച്ച് പ്രസിഡന്റ് മാത്യു ഉമ്മൻ സൂചന നൽകി. അങ്ങനെ വലിയ രീതിയിലുള്ള വികസന നിക്ഷേപ പ്രഖ്യാപനങ്ങൾക്കാണ് ഇന്നലെ നമ്മൾ സാക്ഷ്യം വഹിച്ചത്. ഇന്ന് ഒരുപക്ഷെ ഈ സമ്മിറ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞത് അങ്ങനെ വലിയ പ്രഖ്യാപനങ്ങൾ എത്ര കോടിയുടെ നിക്ഷേപം വരും എന്ന തരത്തിലുള്ള പ്രഖ്യാപനമൊന്നും നടത്തില്ല. നിക്ഷേപിക്കാൻ തയ്യാറുള്ളവരുടെ പേരുകൾ, നിക്ഷേപിക്കാൻ തയ്യാറുള്ള പദ്ധതികൾ അത് മാത്രമായിരിക്കും പ്രഖ്യാപിക്കുക എന്നതാണ് പറഞ്ഞത്. അദാനി ഗ്രൂപ്പ് 30,000 കോടിയുടെ പ്രഖ്യാപനമാണ് നടത്തിയത്. ആസ്റ്റർ ഡിഎം 850 കോടി. ഇതോടൊപ്പം തെലങ്കാനയിൽ നിന്നുള്ള കൃഷ്ണ ഹെൽത്ത് കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ സ്ഥാപിക്കാനായി 3,000 കോടിയുടെ ഒരു നിക്ഷേപം കൊണ്ടുവരുമെന്ന് 3,000 കോടി നിക്ഷേപിക്കുമെന്ന് അവരും പ്രഖ്യാപിച്ചു. ലുലു ഗ്രൂപ്പിന്റെ നിർണായകമായ ഒരു പ്രഖ്യാപനം ഇന്നത്തെ ദിവസമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് വൈകിട്ട് ഈ സമാപന സമ്മേളനത്തിലായിരിക്കും ഒരുപക്ഷെ കൃത്യമായി ആരൊക്കെ എന്തൊക്കെ നിക്ഷേപങ്ങൾ നടത്താൻ തയ്യാറുണ്ട് എന്ന ക്രോഡീകരിച്ചൊരു കണക്ക് ലഭ്യമാവുക. പക്ഷേ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു നിക്ഷേപക സംഗമത്തിൽ ഉച്ചകോടിയിൽ പ്രതിപക്ഷത്തിന്റെ കൂടി പങ്കാളിത്തമുണ്ട്. അവർ കൂടി പൂർണ്ണ മനസ്സോടെ അവർ കൂടി എത്തുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ബിജെപി വിമർശിക്കുമ്പോഴും കേന്ദ്രമന്ത്രിമാരുണ്ട്, അവരും വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. ആ രീതിയിൽ വികസനം എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ മുഴുവൻ ആവശ്യമാണെന്നും അതിൽ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നുമുള്ള ഒരു സന്ദേശം ഇത്തവണ സർക്കാരും പ്രതിപക്ഷവും മറ്റു പാർട്ടികളുമൊക്കെ നൽകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വളരെ വിശദമായി ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ, ഈ വിഷയങ്ങൾ വിശകലനം ചെയ്യുകയാണ് ന്യൂസ് 18. ഇപ്പോൾ എംഎൽഎ ശ്രീ ചാണ്ടി ഉമ്മൻ നമ്മളോടൊപ്പം രാവിലെയിൽ ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ശ്രീ ചാണ്ടി ഉമ്മൻ. ഞാൻ ഇപ്പോൾ പറഞ്ഞു നിർത്തിയത്, എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് ഇത്തരം വലിയ പദ്ധതികൾ അല്ലെങ്കിൽ ഇത്തരം വലിയ പരിപാടികളൊക്കെ നടക്കുമ്പോൾ പ്രതിപക്ഷം അതിനെ എപ്പോഴും കുറച്ച് സ്കെപ്റ്റിക്കലായിട്ടാണ് കാണാറുള്ളത്, വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട്. പക്ഷെ അതിനും അപ്പുറത്ത് വികസനം എന്നത് നമ്മുടെ നാടിന്റെ ആവശ്യമാണ് എന്നൊരു മെസ്സേജ് ഇത്തവണ കിട്ടുന്നുണ്ട്. നമ്മൾ 2003 ജിമ്മും 2012 എമേർജിംഗ് കേരളയും ഒക്കെ കണ്ടിട്ടുള്ള ആളുകളാണ്. അന്ന് വിമർശനം ഉന്നയിച്ചവരാണെങ്കിലും ഇന്ന് അവർ വലിയ പദ്ധതിയുമായി വരുമ്പോൾ പ്രതിപക്ഷം ഇതിനെ തുറന്ന മനസ്സോടെ കാണുന്നുണ്ടോ? ഇന്നലെ അവിടെ ചാണ്ടിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇന്നലത്തെ ഈ പ്രഖ്യാപനങ്ങളും അല്ലെങ്കിൽ ഈ സമ്മിറ്റിൽ പങ്കെടുത്ത ഒരാളെന്ന നിലയ്ക്ക് എന്താണ് താങ്കളുടെ പ്രതീക്ഷകൾ? ഇതിനു മുമ്പ് സ്കെപ്റ്റിക്കലായിട്ട് കാണുവാണോ? ഇതിനു മുമ്പ് ഹർത്താൽ നടത്തുകയല്ലേ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നാണ് എമർജിംഗ് കേരള അന്ന് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹത്തെ മെട്രോയുടെ തറക്കല്ലിടൽ വന്നായിരുന്നു. അദ്ദേഹത്തെ ഹർത്താല്, പെട്രോളിന്റെ വില വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് ഹർത്താൽ കൊടുത്താണ് സ്വീകരിച്ചത്. പക്ഷെ അതൊന്നും നമ്മൾ അങ്ങനൊരു കാഴ്ചപ്പാടോ ഒന്നുമില്ല. നമുക്കിനി വേണ്ടത് ആര് ഭരിച്ചാലും ഏത് പാർട്ടി വന്നാലും വികസനമാണ്. കാരണം നമ്മുടെ ആളുകൾ നാട് വിട്ടുപോവുക, എന്നിട്ട് ലോകം മാറ്റിമറിക്കുക, ലോകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരിക. കേരളത്തിൽ അതേ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ള ചെറുപ്പക്കാരും ആൾക്കാരുമാണ് ഉള്ളത്. അതുകൊണ്ട് ഇനി അതിന് പഴയ കാര്യങ്ങളിലേക്ക് പോവുകയോ പഴയ എന്തുകൊണ്ട് അങ്ങനെ നടന്നു ഇങ്ങനെ നടന്നു എന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ല. പക്ഷെ വികസനം ഉണ്ടാകണം. അതാണ് പ്രതിപക്ഷ നേതാവ് കൃത്യമായി അദ്ദേഹത്തിന്റെ പുറത്തുള്ള സമ്മർദ്ദത്തെക്കുറിച്ചും അങ്ങനെ ഒരു സമ്മർദ്ദം അദ്ദേഹം അത് ഏറ്റെടുക്കാത്തതിനെ കുറിച്ചൊക്കെ അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് വികസനമാണ്, കേരളത്തിന്റെ വികസനമാണ് നമ്പർ 1 പ്രയോറിറ്റി. അത് തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രയോറിറ്റി. കാരണം വികസനമില്ലെങ്കിൽ നമ്മുടെ നാട് പുറകോട്ട് പിന്നെയും പൊയ്ക്കൊണ്ടിരിക്കും. ഏത് ഗവൺമെന്റ് ആണെങ്കിലും ശരി, ഇവിടെ വികസനം ഉണ്ടാവണം, മാറ്റം ഉണ്ടാവണം. നമ്മളതിനെ സർവ്വ മനസ്സോടെ സ്വാഗതം ചെയ്യും.
ശ്രീ ചാണ്ടി, നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് അതായിരുന്നു ഇത്തരത്തിലുള്ള ആഗോള നിക്ഷേപക സംഗമത്തിന്റെയൊക്കെ ഒരു തുടക്കം. നമ്മുടെയൊക്കെ ഒരു ഓർമ്മയിൽ, നമ്മുടെ ജനറേഷനിൽ ഒരുപക്ഷെ നമ്മൾ ആദ്യം കേൾക്കുന്നത് അതായിരുന്നു. അന്നുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാര്യം, പല വലിയ പ്രഖ്യാപനങ്ങളും ഉണ്ടായെങ്കിലും പക്ഷെ അതൊന്നും ഒരു സാക്ഷാത്കരിക്കുന്നതിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ മുൻപ് നടന്നതിനെപ്പറ്റി നമ്മൾ പറയേണ്ട എന്നുണ്ടെങ്കിൽ പോലും അന്നത്തെ വീഴ്ചകൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഇന്നലെ നടന്നിട്ടുള്ള ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെയുള്ള നിക്ഷേപക വാഗ്ദാനങ്ങൾ, അതൊക്കെ ഫ്രൂട്ട്ഫുൾ ആവാൻ വേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ കേരളത്തിലുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇതിനകത്ത് 2003 ജിമ്മാണെങ്കിലും 2012 എമർജിംഗ് കേരളയാണെങ്കിലും ഒക്കെ അത് രണ്ടും ഒത്തിരി പ്രതീക്ഷയോടെ നമ്മൾ നടത്തിയ കാര്യങ്ങളാണ്. പക്ഷെ അതിനനുസരിച്ചുള്ള റിസൾട്ട് വന്നിട്ടില്ല. അതിന്റെ കാര്യങ്ങളിലേക്ക് പോവുകയോ അതിന്റെ എന്തുകൊണ്ട് അങ്ങനെ, അല്ലെങ്കിൽ അതിന്റെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഇപ്പോൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കുകയാണ്. ഈ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കുകയാണ് വേണ്ടത്. ആ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കുവാനുള്ള ആർജവത്വം ഇവിടുത്തെ എല്ലാ സംവിധാനവും ചേർന്ന് ചെയ്യുവാണ്. കാരണം നമ്മുടെ നാടിനോട് ചെയ്യേണ്ട നീതിയാണ് നമുക്ക് ഞാൻ പറഞ്ഞു, ഇനി പാസ്റ്റിലേക്ക് പോയിട്ട് കാര്യമില്ല. അതേസമയം പാസ്റ്റിൽ നിന്ന് തെറ്റുകൾ പറ്റിയത് പഠിച്ച് ഇനി എന്ത് ചെയ്യാൻ സാധിക്കും, എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും, എങ്ങനെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഇംപ്ലിമെന്റേഷനിലാണ് നമുക്ക് വീഴ്ച വരുന്നത്. ആ ഇംപ്ലിമെന്റേഷനിലേക്ക് നമുക്ക് ചേർന്നിരുന്ന് ചിന്തിച്ച് ഒരു പ്രൊട്ടസ്റ്റും ആരുടെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് എതിർപ്പ് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിപാടി ഇവിടെ നടക്കാതിരിക്കത്തില്ല. പൂർണ്ണ പിന്തുണയുണ്ട്. അതുകൊണ്ട് സർക്കാർ ഇത് നടപ്പിലാക്കുകയാണ് ഇനി വേണ്ടത് എന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാം. ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്നത് ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആണോ, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റിഫോംസ് ആണോ, ഇതിലുള്ള തർക്കങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. റിഫോംസ് ആണോ, ബിസിനസ് നടത്താൻ എളുപ്പമായതാണോ എന്നുള്ള ചർച്ചകൾക്കിടയിലാണ് ഇങ്ങനെ ഒരു കാര്യം വരുന്നത്. അതിന് തൊട്ടു മുൻപായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ചുവപ്പുനാട് ഉണ്ടാവില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. അതിന് തൊട്ടു മുൻപ് ഈവൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്ന് ഇനിയുള്ള പിടുത്തമുണ്ടാവില്ല, ലൈസൻസിംഗ് വളരെ എളുപ്പമാവുമെന്ന MP രാജേഷിന്റെ പ്രഖ്യാപനം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ ഇങ്ങനെ തൊട്ട് വരുന്ന കാര്യങ്ങളാണ്. അതാണ് നേരത്തെ ഞാൻ ചോദിച്ചത്. അതിനുള്ളൊരു സാഹചര്യമുണ്ട്. അതായത് ഇത്ര വലിയ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അതിന് പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കേരളത്തിൽ ഉണ്ട് എന്ന് പ്രതിപക്ഷത്തെ ഒരു യുവ നേതാവ് എന്ന നിലയിൽ ചാണ്ടി ശരിക്കും കരുതുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടീസ് ചേർന്നൊരു തീരുമാനമെടുത്താൽ ഒരു പ്രശ്നമില്ലാതെ നടപ്പിലാക്കാൻ സാധിക്കും. പിന്നെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള മാറ്റങ്ങളാണ് വേണ്ടത്. അത് ഗവൺമെന്റ് നടപ്പിലാക്കണം. ഗവൺമെന്റ് അതിന്റെ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കണം. ഇനി ഗവൺമെന്റിന്റെ പുറത്താണ് ഓണസ്. ഇനി റെസ്പോൺസിബിലിറ്റി ഗവൺമെന്റിനാണ്. ഇതിൽ കൂടുതൽ ഒരു പ്രതിപക്ഷത്തിന് ഒന്നും ചെയ്യാനില്ല. പ്രതിപക്ഷം സാധാരണ ചെയ്ത് എന്ത് വന്നാലും അങ്ങ് എതിർക്കുക, ഏത് സാധനം വന്നാലും അതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുക, അതിനെതിരെ ആക്ഷേപം ഉന്നയിക്കുക. ഇവിടുത്തെ പ്രതിപക്ഷം അങ്ങനെ ഒരു കാര്യമേ ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് വേണേൽ രാഷ്ട്രീയപരമായിട്ട് ഇതിനെ എതിർക്കാം. പക്ഷെ രാഷ്ട്രീയപരമായിട്ട് ചോദ്യം ഒന്നേ ഉള്ളൂ, ഇത്രയും താമസിക്കേണ്ട കാര്യമുണ്ടോ? ഒരു 9 വർഷം അധികാരത്തിൽ ഉണ്ടായിരിക്കുന്ന സർക്കാർ, അത് നേരത്തെ ആവായിരുന്നു. നേരത്തെ ചെയ്ത് ഇത് ഇപ്പോൾ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും റിഫോംസ് ഇവിടെ വരാൻ സാധിക്കും, ഇത്രയും മാറ്റം ഇവിടെ വരുവാൻ സാധിക്കുമായിരുന്നു. അതിന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ എങ്കിൽ പോലും ഇപ്പോൾ ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നുള്ള അപ്രോച്ച് ആണ് ഞങ്ങൾക്ക്. അത് നടക്കട്ടെ. അതിന് പൂർണ്ണമായ പിന്തുണ സർക്കാരിനുണ്ട്. അവരത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഇനി ഉദ്യോഗസ്ഥ തലത്തിലാണ് മാറ്റങ്ങളും തീരുമാനങ്ങളും നടപ്പിലാക്കുന്നത്. ഇംപ്ലിമെന്റേഷൻ ആരാ ചെയ്യുന്നത്? അതിന്റെ ഉദ്യോഗസ്ഥന്മാർ. ആ ഉദ്യോഗസ്ഥന്മാരെ നിലക്ക് നിർത്തുവാൻ, അതേപോലെ കാര്യങ്ങൾ മാറ്റിയെടുക്കുവാൻ ഗവൺമെന്റ് സാധിക്കുന്നില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. നമുക്ക് അപ്രതീക്ഷ വെക്കാം. ഗവൺമെന്റ് മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ. ഏത് പ്രഖ്യാപനത്തെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ലൈസൻസിംഗ് എളുപ്പമാകട്ടെ. ഇതുപോലത്തെ ഈസ് ഓഫ് ബിസിനസ് എളുപ്പമായി വരട്ടെ. കുഴപ്പമില്ല, സ്വാഗതം ചെയ്ത കാര്യം. ഇപ്പോ ഇന്നലെ ചാണ്ടി അവിടെ പങ്കെടുത്തിരുന്നു. അതിൽ ഏത് മേഖലകളിലൊക്കെയാണ് വളരെ ഹോപ്പ്ഫുൾ ആയി തോന്നിയത്? അത് സ്വാഭാവികമായി അതിൽ പങ്കെടുത്ത ഒരാളെന്നുള്ള നിലയ്ക്ക് ഒരു ചോദ്യമാണ്. ഇപ്പം വലിയ രീതിയിലുള്ള പദ്ധതികളുമായി തെലങ്കാനയിൽ നിന്ന് മെഡിക്കൽ ഗ്രൂപ്പ് വരുന്നുണ്ട്, അല്ലെങ്കിൽ നിലവിലുള്ള പദ്ധതികളിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അദാനി ഗ്രൂപ്പ് പോലെയുള്ളവർ തയ്യാറാവുന്നുണ്ട്. അതൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം. നമുക്ക് വിഴിഞ്ഞമൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ഇത്തരം പ്രഖ്യാപനങ്ങൾ തരുന്ന ഒരു ഊർജ്ജം എത്രത്തോളം ഉണ്ട്? ഞാൻ അതിന്റെ വിശദാംശത്തിലേക്ക് കടക്കാൻ ഞാൻ ആക്ച്വലി ഇച്ചിരി വൈകിയാണ് ഇന്നലെ എത്തിയത്. ഞാൻ ഇന്ന് രാവിലെ
വീണ്ടും അവിടേക്ക് പോകുന്നുണ്ട്. രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ എന്റെ മണ്ഡലത്തിലേക്ക് കുറച്ച് മാറ്റങ്ങൾ വരണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. അങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് അവിടെ കണ്ട് ആൾക്കാരെ കണ്ട് സംസാരിക്കാൻ കൂടിയാണ് ഞാൻ ഇന്ന് പോകുന്നത്. പുതുപ്പള്ളിയിൽ വികസനത്തിന്റെ കുറച്ച് കാര്യങ്ങൾ നടക്കണം, മാറ്റങ്ങൾ നടക്കണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. ചാണ്ടി, എന്റെ ഒരു പ്രധാനപ്പെട്ട ചാണ്ടി തുടങ്ങിയപ്പോൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അതായത് കേരളത്തിലേക്ക് ഇങ്ങോട്ടേക്ക് ബിസിനസ് നടത്താൻ ആളുകൾ വരുന്നില്ല. അവർ കരുതുന്നത് ഇവിടെ പ്രശ്നങ്ങളുണ്ട് എന്നൊരു മുൻവിധി അവർക്കുണ്ട്. ഇവിടുത്തെ കുട്ടികളാണെങ്കിൽ മുഴുവൻ പുറത്തേക്ക് പോവുകയാണ്. ഇവിടുന്ന് ടാലന്റ് എന്നുള്ള ഒരു വലിയ ഗ്രൂപ്പ് മുഴുവൻ പുറത്തേക്ക് പോകുന്നു. അവർ തിരിച്ചു വരാനോട്ട് തയ്യാറാവുന്നുമില്ല. ആദ്യം വേണ്ടത് നമ്മുടെ പ്രതിച്ഛായയിലുള്ളൊരു മാറ്റമാണെന്ന് തോന്നുന്നു. കാരണം കേരളം നിക്ഷേപ സൌഹൃദമാണെന്ന് പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ, അത് ചെയ്ത് കാണിക്കുകയും വേണം. അതിലേക്ക് എത്രത്തോളം സംഭാവന ചെയ്യാൻ ഈ സമ്മിറ്റിന് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്? അതല്ല, ഈ ഒരു മീറ്റ് തീർച്ചയായിട്ടും വലിയ ഡിക്ലറേഷൻസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അത് നമുക്കിനി അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്, അതിന്റെ മൊമെന്റം മെയിൻറ്റെയിൻ ചെയ്യുക. ആ മൊമെന്റം മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോയി ഈ ഒരു തരത്തിൽ എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കുന്നു, മാറ്റങ്ങളുണ്ടായി, ആൾക്കാർക്ക് ബിസിനസ് നടത്താമെന്നൊരു ഫീല് പുറത്തോട്ട് കൊടുക്കുമ്പോൾ കൂടുതൽ ബിസിനസ്സുകൾ ഇങ്ങോട്ട് വരും. അപ്പോൾ ഈ മൊമെന്റം മെയിൻറ്റെയിൻ ചെയ്യുവാൻ സാധിക്കുന്നത് സർക്കാരിനാണ്. അത് പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങാതെ അതിന്റെ പ്രാക്ടിക്കാലിറ്റിയിലേക്കും അതിന്റെ ഈ പറഞ്ഞ പോലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പറഞ്ഞാൽ ഇനിയാ കാണേണ്ടത്. ഈ ഒരു വർഷം കൊണ്ട്, ഈ ഗവൺമെന്റ് കയ്യിൽ ഒരു വർഷമുണ്ട്, ഈ ഒരു വർഷം കൊണ്ട് ഇത്രയും പറഞ്ഞ നിക്ഷേപത്തിൽ എത്ര ഗ്രൗണ്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചു? ഞാൻ ഈ ഹൈദരാബാദിൽ കഴിഞ്ഞ മാസം ഞാൻ ചെന്നപ്പോൾ അവിടുത്തെ ചർച്ച എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഗവൺമെന്റ് 30,000 കോടി ഇൻവെസ്റ്റ് ചെയ്തു. ഈ ഗവൺമെന്റ് ഒരു ദിവസം കൊണ്ട് 1 ലക്ഷം കോടി കൊണ്ടുവന്നു ഒരു ദിവസം കൊണ്ട് 1 ലക്ഷം കോടി കൊണ്ടുവന്നു എന്നുള്ളത് അവിടുത്തെ ഡിസ്കഷൻ. അതേപോലത്തെ ഡിസ്കഷൻസിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇത് അടുത്ത ഒരു വർഷം കൊണ്ട് ഇതിൽ എത്ര പ്രാക്ടിക്കലായിട്ട് നടപ്പിലാക്കി എന്നുള്ളതാണ്, എത്ര ജോലി ഉണ്ടാക്കാൻ സാധിച്ചു, അതിലേക്ക് നമ്മൾ മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ. അതല്ലാതെ നമുക്ക് ഒരു വ്യത്യാസവും കേരളത്തിന്റെ ഇമേജിൽ കൊണ്ടുവരാൻ സാധിക്കത്തില്ല. അതിന് ഇംപ്ലിമെന്റേഷനിലാണ് ഇതിന്റെ ഏറ്റവും പ്രാധാന്യം ഇരിക്കുന്നത്. ഇപ്പോൾ ഇതൊക്കെ വളരെ കൃത്യമായി കുറെ വർഷങ്ങളായി, 2003 തൊട്ട് തന്നെ ഇതൊക്കെ കാണുന്ന ഒരാളാണ് ചാണ്ടി, അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന ഒരാളാണ് ചാണ്ടി. അത് ജിം ആയാലും എമർജിംഗ് കേരളയായാലും ആ സമയത്തൊക്കെ വലിയ വിമർശനങ്ങൾ പ്രതിപക്ഷം ഉയർത്തിയിട്ടുണ്ടായിരുന്നു, അന്നത്തെ പ്രതിപക്ഷമായ ഇന്നത്തെ ഭരണപക്ഷം. LDFന്റെ വികസന കാഴ്ചപ്പാടുകളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി എന്ന് ചാണ്ടി കരുതുന്നുണ്ടോ? ഇപ്പോൾ അവരുടെ വികസനത്തിലേക്ക് കടക്കാൻ അവരെടുക്കുന്ന ശ്രമങ്ങളിൽ ആത്മാർത്ഥതയുണ്ടെന്ന് കരുതുന്നുണ്ടോ? അതിപ്പോ അടുത്ത ഒരു വർഷമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഈ പറഞ്ഞത് ആത്മാർത്ഥതയുണ്ടോ, നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, അതോ ഇലക്ഷന് തൊട്ടു മുമ്പുള്ള കാര്യങ്ങളാണോ എന്നൊക്കെ നമുക്ക് ഈ ഒരു വർഷമേ പറയാൻ പറ്റത്തുള്ളൂ. അവരത് നടപ്പിലാക്കിയാൽ നമുക്ക് നോക്കാം. അതായത് പൂർണ്ണമായി ആ സംശയം വിട്ടിട്ടില്ലല്ലേ ചാണ്ടി? തീർച്ചയായിട്ടും. കാരണം നമുക്ക് കഴിഞ്ഞ 9 വർഷം എന്തുകൊണ്ട് നടത്തിയ ചോദ്യം അതുമായിട്ട് കണക്റ്റഡ് ആണ്. എന്തായാലും വരട്ടെ, നമുക്ക് എല്ലാത്തിനെയും വിമർശിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു വർഷം നമുക്ക് അവസരം കൊടുക്കാം, ആ ഒരു വർഷം അവർ നടത്തി കാണിക്കട്ടെ. പ്രതിപക്ഷത്തിന്റെ ആറ്റിറ്റ്യൂഡ് എന്തായാലും ഇക്കാര്യത്തിൽ വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. കാരണം പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉള്ളപ്പോൾ പോലും തങ്ങളുടെ അഭിപ്രായവും കൃത്യമായ പങ്കാളിത്തവും ഉറപ്പുവരുത്തുക എന്നത് കേരളത്തിനെ സംബന്ധിച്ച് വളരെ വളരെ പോസിറ്റീവായ ഒരു കാര്യമാണെന്ന് തോന്നുന്നു. ഇത് ഒരുപക്ഷെ രാഷ്ട്രീയമായ സമ്മർദ്ദമൊക്കെ ഉണ്ടാവും. അപ്പോഴും ഇങ്ങനെ ഒരു നിലപാടെടുക്കുക എന്നത് ശ്രമകരമായിരുന്നു. അതോ വികസനം എന്നതിൽ ഇനി ഒന്നിച്ച് നിന്നേ മതിയാവൂ എന്നുള്ള ആ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു പോയിന്റിൽ എത്തിയതിന്റെ ഭാഗമാണോ? അല്ല, എന്നും UDFന്റെ നിലപാട് ഇതല്ലേ. എന്നും UDF പോസിറ്റീവായിട്ടും പ്രോ കേരളമായിട്ട് പ്രോ ബിസിനസ്സുമായിട്ടാണ് UDF ചിന്തിച്ചിട്ടുള്ളത്. മാറ്റങ്ങൾ കൊണ്ടുപോയി. അതിപ്പോൾ എക്സ്പ്രസ് ഹൈവേ ആണെങ്കിലും, കൊച്ചി മെട്രോ ആണെങ്കിലും, കണ്ണൂർ എയർപോർട്ട് ആണെങ്കിലും, വിഴിഞ്ഞം പോർട്ട് ആണെങ്കിലും. ഇന്ന് വിഴിഞ്ഞം പോർട്ട് കേരളത്തിന്റെ സാധ്യത അനന്തമായി തുറന്നിരിക്കുക, അനന്തമായി മാറ്റിയിരിക്കുക. അത് കൊണ്ടുവരാൻ എടുത്ത എഫേർട്ട്, കൊച്ചി മെട്രോ കൊണ്ടുവരാൻ എടുത്ത എഫേർട്ട്, കണ്ണൂർ എയർപോർട്ട് കൊണ്ടുവരാൻ എടുത്ത എഫേർട്ട്, ആ എഫേർട്ടൊക്കെയാണ് ഇന്ന് നമ്മുടെ അല്പമെങ്കിലും വളർച്ചയ്ക്ക് കാരണമായിരിക്കുന്നത്. നമുക്കറിയാം ആറന്മുളയിൽ എയർപോർട്ട് എന്തായി, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്.
അപ്പോൾ UDF എന്നും പ്രോ ബിസിനസ് ആണ്, പ്രോ ചേഞ്ച് ആണ്, പ്രോ ഡെവലപ്മെന്റ് ആണ്. ഇനിയും അത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അധികാരത്തിലിരുന്നാലും അധികാരത്തിലല്ലേലും UDFന്റെ സ്ട്രാറ്റജി ഇതാണ്, സ്റ്റാൻഡ് അതാണ്. അതിന് പ്രത്യേക പ്രതിപക്ഷ നേതാവിനെ അഭിനന്ദിക്കുന്നു, അദ്ദേഹം ആ നിലപാടിൽ ഉറച്ചു നിന്നത്. എന്തായാലും ഇന്നലെ നമ്മൾ കണ്ടത് ഇപ്പോൾ ദേശീയ തലത്തിലും സംസ്ഥാന സർക്കാരുമായി വളരെ വിരുദ്ധാഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള വേദിയിലാണ് പല പ്രഖ്യാപനങ്ങളും നടന്നത്. അത് നമുക്ക് വളരെ പോസിറ്റീവായി കാണാം. പ്രത്യേകിച്ച് നിങ്ങളെപ്പോലെയുള്ള ഈ ഒരു പ്രതിപക്ഷത്തെ യുവ തലമുറയും അതിന്റെ മുന്നിൽ തന്നെ നിന്നുകൊണ്ട് നമ്മുടെ നാടിനെ മുന്നോട്ട് നയിക്കേണ്ടത് നമ്മുടെ തന്നെ ഉത്തരവാദിത്വമാണ് എന്ന ഈ ഒരു നിലപാടെടുക്കുന്നത് വളരെ വളരെ അഭിനന്ദനാർഹമാണ്. താങ്ക് യു സോ മച്ച് ശ്രീ ചാണ്ടി ഉമ്മൻ, ഞങ്ങളോടൊപ്പം രാവിലെ വന്നതിനും കാര്യങ്ങൾ സംസാരിച്ചതിനും. തീർച്ചയായും എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിലേക്ക് വേണ്ടി ചെയ്യാൻ കഴിയുക എന്നതാണ് ഏത് MLA-മാർക്കും ഇക്കാര്യത്തിൽ ഉണ്ടാവുന്ന ഒരു സ്വാർത്ഥ താല്പര്യം. താങ്കളുടെ കാര്യത്തിൽ അത് നടക്കട്ടെ. താങ്ക് യു സോ മച്ച്.